നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ യൂറോ കപ്പിൽ തകർപ്പൻ പ്രകടനമാണ് വമ്പന്മാരായ സ്പെയിൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച 3 മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട്. അവസാന മത്സരത്തിൽ അൽബേനിയയെ അവർ പരാജയപ്പെടുത്തിയിരുന്നു. ഈ മത്സരത്തിൽ പകരക്കാരന്റെ രൂപത്തിലായിരുന്നു വണ്ടർകിഡായ ലാമിനെ യമാൽ കളിച്ചിരുന്നത്. കേവലം 16 വയസ്സ് മാത്രമുള്ള യമാൽ സ്പെയിനിന്റെ 3 മത്സരങ്ങളിലും ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ താരത്തിന്റെ കാര്യത്തിൽ സ്പെയിനിന് ഒരു നിയമ നടപടി നേരിടേണ്ടി വന്നേക്കും. ബാലവേലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫൈൻ ആയിരിക്കും സ്പാനിഷ് ദേശീയ ടീമിന് നേരിടേണ്ടി വരിക. ജർമ്മനിയിലെ പ്രമുഖ മാധ്യമമായ ബിൽഡ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ജർമ്മനിയിലെ തൊഴിലാളി നിയമം അനുസരിച്ച് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രാത്രി 8 മണി വരെ മാത്രമേ ജോലി എടുക്കാനുള്ള അനുമതിയുള്ളൂ. എന്നാൽ കായിക താരങ്ങളുടെ കാര്യത്തിൽ ചെറിയ ഇളവുണ്ട്. 18 വയസ്സിന് താഴെ പ്രായമുള്ള കായിക താരങ്ങൾക്ക് രാത്രി 11 മണി വരെ തങ്ങളുടെ പ്രൊഫഷനിൽ തുടരാം. അതിനുശേഷം തുടരുന്നത് ഇല്ലീഗലാണ്, അഥവാ നിയമവിരുദ്ധമാണ്. എന്നാൽ കഴിഞ്ഞ സ്പെയിനിന്റെ മത്സരവും അതുപോലെ തന്നെ പ്രസ് ഡ്യൂട്ടിയും ആരാധകർക്കുള്ള ഓട്ടോഗ്രാഫും ഒക്കെ കഴിഞ്ഞപ്പോൾ 11 മണി പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ ആ ഒരു തൊഴിലാളി നിയമം ലംഘിക്കപ്പെട്ടു. കാരണം 16 വയസ്സ് മാത്രമുള്ള യമാൽ 11 മണിക്കും തന്റെ ജോലിയിൽ തുടർന്നു, അഥവാ ആ ഒരു പ്രൊഫഷനിൽ തുടർന്നു. ജർമ്മനിയിലെ നിയമപ്രകാരം ഇത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ സ്പാനിഷ് ദേശീയ ടീമിന് ഇപ്പോൾ ഫൈൻ ചുമത്തപ്പെട്ടേക്കാം. 30,000 യൂറോ സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷൻ അടക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇത് ഒഴിവാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷൻ ഉള്ളത്. ഏതായാലും ഇത് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.